ഗൈസ് പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് ഇന്നൊരു വെറൈറ്റി സംഭവമാണ്, ഒരു അൺടോൾഡ് സ്റ്റോറിയാണ് പറയാൻ പോണേ. വീണ്ടും ലാബിൽ കാണിക്കാൻ ഞങ്ങൾ അതിനെ വീണ്ടും ലാബിൽ പണിയെടുക്കുന്നു, വെറുതെ ഇരിക്കുന്നു അല്ല പണിയെടുക്കുന്നു. ഓക്കെ, ഇന്നത്തെ കണ്ടന്റ് എന്നാ പറഞ്ഞു കൊടുക്കുക? കണ്ടന്റ് എന്താ വെച്ചാൽ അമേസോണിൻ്റെ ഇയർബഡ്സിൻ്റെ കഥ, അൺടോൾഡ് സ്റ്റോറി ഓഫ് പറ, ഇനി പറ. ഇതാണ് ഗൈസ് സാധനം. വലിയ കാറിന്റെ ഇല്ല, അത് ഞാൻ ഇങ്ങനെ ഇവിടെ കാണിച്ചോളാം. ബോട്ടിന്റെ താഴെ ഇറങ്ങിയപ്പോൾ ഞാൻ ഇതും പിടിച്ചോണ്ടാണ് താഴെ ഇറങ്ങിയത്. സോ എൻ്റെ കയ്യിൽ നിന്ന് വീണു, അത് താഴെ വീണ് പൊട്ടി. അപ്പം എൻ്റെ മനസ്സ് പൊട്ടി, എൻ്റെ മനസ്സിൽ ഹൃദയവും പൊട്ടി. മീൻസ് അതിൽ ജീവിക്കാൻ പറ്റില്ല എനിക്ക്. അങ്ങനെ ഞാൻ അന്നല്ല അടുത്ത ദിവസം ഉടനെ ഇത് നമ്മുടെ ബോൾസിൻ്റെ UFO തുറന്ന് കാണിക്കുക, അതെല്ലാം കാണിക്കാം. ഇരുട്ടത്ത് കാണിക്കാം. ഇവിടുത്തെ ലൈറ്റ് കാണത്തെ, അവിടുത്തെ ലൈറ്റ് തെളിയുന്നില്ല. ആ ചാർജ് ചെയ്യുമ്പോഴല്ലേ ഉള്ളൂ, വരുന്നില്ല. അത് വരേണ്ടതാണത്. ഫേസ് അൺലോക്ക് ആയില്ലെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ ഞാനിത് മേടിച്ചെന്നല്ല ഓർഡർ ചെയ്തു. ഇത് ഓർഡർ ചെയ്തു ഗൈസ്, ഓർഡർ ചെയ്തു. എനിക്കിത് സാധനം 2 ദിവസത്തിനുള്ളിൽ ആമസോൺകാര് എത്തിച്ചു. അതെ, അയച്ചു. അങ്ങനെ സാധനം എത്തി. ഞാൻ 2 ദിവസം കൊണ്ട് സാധനം ഇപ്പം വിഷമൊക്കെ മാറി. അല്ലെങ്കിൽ സാധനം ഇവിടെ വെച്ചാണ് അൺബോക്സ് ചെയ്ത സാധനമൊക്കെ എടുത്തു. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്ത്. അപ്പം നല്ല വെയിറ്റും കൂടെ ഉണ്ടായിരുന്നു വെച്ചാൽ സീൻ സാധനം എന്നൊക്കെ ആയിട്ട് നമ്മൾ ഹാപ്പി ആയിരുന്നു. പാട്ടൊക്കെ കേട്ട് നോക്കി വാവായിരുന്നു. പാട്ടൊക്കെ കേട്ട് എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കി ഫൈനൽ പിന്നെ കോളും കൂടെ ഒന്ന് കേട്ട് നോക്കാം. കോളിൽ എങ്ങനെയുണ്ട് വിളിച്ചു നോക്കാം വിചാരിച്ചു. അങ്ങനെ ഞാൻ വിളിച്ചു നോക്കിയപ്പം മറ്റേ ആൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. എൻ്റെ മനസ്സ് വീണ്ടും പൊട്ടി. അങ്ങനെ എൻ്റെ മനസ്സ് വീണ്ടും പൊട്ടി. അങ്ങനെ എന്ത് ചെയ്യുന്ന പറഞ്ഞാലോ പ്ലിങ്ങസ്യ അവസ്ഥയിലായിരുന്നു ഞാൻ. പുതിയതല്ല, കുഴപ്പമില്ല. കൊടുക്കണ്ട. അങ്ങനെ പ്ലിങ്ങസ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുമായിരുന്നു. എന്ത് ചെയ്യണം? റീഫണ്ട്, ദറ്റ് മീൻസ് റീഫണ്ട് അല്ല, സോറി, നമുക്ക് റിട്ടേൺ പോളിസി ഇല്ല സാധനം. ഞാൻ ഇപ്പോഴും അറിയാം, മേടിച്ച് കഴിഞ്ഞിട്ടാണ് ആമസോൺകാരനെ നോക്കുന്നത്. റിട്ടേൺ പോളിസി ഇല്ല, ആകെ കൊടുത്ത് റീപ്ലേസ്മെൻറ്റ്. എന്നിട്ട് ഇവരെ വിളിച്ച് ഇവർക്ക് പിന്നെ എൻ്റെ സാധനം മെയിൽ അയച്ച് കുറേ പ്രൊസീജിയർ. ഞാനിത് എനിക്ക് കൊറിയർ അയച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ പുതിയ സാധനം ബോൾട്ടിൻ്റെ ഓഫീസിൽ നിന്ന് ന്യൂഡൽഹി വരെ ഞാൻ കൊറിയർ അയച്ചു. അതിനും പോയി 250 രൂപ. ഈ സാധനം മേടിച്ചത് ഇതിന് 1300 രൂപ പ്ലസ് 250 തിരിച്ചു വാങ്ങി. ഭാഗ്യത്തിന് സാധനം ആമസോൺകാരുടെ 2 ദിവസത്തിനുള്ളിൽ വന്ന സാധനം എനിക്ക് 10 ദിവസത്തിനുള്ളിൽ പിന്നെ തിരിച്ചു കിട്ടി. സോ ഇപ്പം അത്രയും നാൾ ഞാൻ പിന്നെ അലൻ്റെ ബഡ്സിനാണ് എൻ്റെ ബഡ്സ് ചാർജ് തന്നത്. പഴയ ബഡ്സ്, എൻ്റെ പഴയ ബോട്ടിൻ്റെ ബഡ്സ് മേൽവശം പൊട്ടിയെന്നേ ഉള്ളൂ, ചാർജ് കയറുന്നുണ്ട്. ചാർജ് കയറുന്നില്ല, മേൽവശം പൊട്ടിയെന്നേ ഉള്ളൂ. ഇവൻ്റെ ബോക്സിൽ എനിക്ക് സാധനം ചാർജ് വയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരാഴ്ച ജീവിച്ചു ഞാൻ. ദാറ്റ് ഇസ് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇൻസിഡൻസ് ബൈ UFO model. Recommend ചെയ്യുക. Yes, I will highly recommend it. Please don't buy it from Amazon. Buy it from Flipkart or ബോൾട്ടിൻ്റെ വെബ്സൈറ്റിൽ കയറി മേടിക്കുക. ഞാൻ ആരൊക്കെയാണെന്ന് കാണിച്ച് കൊടുക്കുന്നുണ്ട്, എൻ്റെ കഥയും കേട്ടു. പിന്നെ അതിൽ സ്റ്റോറി വേറെന്തോ ഞാൻ പ്രത്യേകിച്ച് കഥ പറയാനൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഇയർക്ക് ഓൾമോസ്റ്റ് കഴിയാറായി. ഇവിടുത്തെ പണിയെല്ലാം വെർമി കമ്പോസ്റ്റും കഴിഞ്ഞു. വെർമി കമ്പോസ്റ്റിൻ്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞു. ലാബിൽ ഫീൽഡ് വർക്ക് ഉണ്ട്. തക്കാളി ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ അയക്കാം. ഞങ്ങൾ തക്കാളിയും പറഞ്ഞില്ല, തക്കാളിയും കൂടെ ഹാർവസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തക്കാളി ഹാർവസ്റ്റ് ചെയ്താൽ നാളെ ഹാർവസ്റ്റ് ചെയ്യും. ഞാൻ നാളത്തെ വീഡിയോ അയച്ചു കൊടുക്കാം അല്ലേ? നാളെ വീഡിയോ ഒക്കെ അയച്ചു തരാം. അതെല്ലാം കിട്ടാൻ. അപ്പം നിങ്ങളൊക്കെ എങ്ങനെ ഈസ്റ്റർ നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ പോകുന്നില്ല അല്ലേ? പിള്ളേർക്ക് ഒന്നും കൂടി പറഞ്ഞു കൊടുക്കേ. പിള്ളേർക്കല്ലേ ഞാൻ പറഞ്ഞ രീതിയിൽ ട്രാൻസ്ലേറ്റർ പ്ലീസ്.
അതിന് ഇതൊക്കെ ഒരു സ്കൂപ്പ് എടുക്കും. എന്നിട്ട് അതിന് ഒരു സ്കൂപ്പ്. എല്ലാത്തിനും ഒരു നാക്ക് വേണം, മനസ്സിലായി? നാക്കില്ലാതെ കളി നടക്കത്തില്ല. ഇതൊക്കെ എടുക്കുക. ഇതെന്താ ഫംഗയാണ്? എന്താ വെച്ചാ എടുക്കുന്നത് ഫംഗയിന്ന്? അറിയില്ല അറിയില്ല. അതിന് എടുത്തതാ പാതി പാതി. അടുത്ത് നിങ്ങൾ പറഞ്ഞ കാര്യമില്ല. അറിയില്ലെന്ന് പറ. ഹലോ മിസ്റ്റർ, എനിക്കറിയാം കേട്ടോ. അതൊക്കെ ഇട്ടു. ഇനി അത് ഈ ഇൻക്യുബേറ്റർ ഉണ്ടല്ലോ, ഇൻക്യുബേറ്റർ വെക്കും. അപ്പോൾ നമ്മളങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വന്നു. സോ ഇതായിരുന്നു നമ്മുടെ അൺടോൾഡ് സ്റ്റോറി. സോ ഇന്നിപ്പോൾ വേറെ ബിസ്ക്കറ്റ് വീണ്ടും കാണിക്കണമെന്ന് വിചാരിച്ച് കാണിച്ചത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വിറ്റു. സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ വീഡിയോ ബ്ലോഗായിരുന്നു. എല്ലാവർക്കും